ലക്ഷ്മി ആരാവും? അവൾ തൻ്റെ മകനെ ഇത്ര സ്വാധീനിക്കാൻ എന്താവും കാരണം? ഓരോന്നാലോചിച്ച് ഉറക്കം വരാതെ ഗിരിധർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഫോൺ ബെല്ലടിച്ചിട്ടും കോൾ എടുക്കാതെ നടക്കുന്ന ഗിരിധരനെ കണ്ടാണ് രാജമുറിയിൽ വന്നത്. രാമചന്ദ്രനാണ്. എന്താ ഫോൺ എടുക്കാതെ? എന്തിനാ എടുക്കുന്നേ? അബിയുടെ തീരുമാനം അറിയാനാണ് രാമചന്ദ്രൻ വിളിക്കുന്നത്. നാളെ ഒന്നുകൂടെ അബിയോട് സംസാരിച്ചിട്ട് ഞാൻ നേരിൽ കണ്ട് പറഞ്ഞോളാം. അവൻ്റെ തീരുമാനം മാറുമോ എന്ന് നോക്കട്ടെ. അവൻ വേറൊരു കല്യാണത്തിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ രാമചന്ദ്രന് കൊടുത്ത വാക്കോ? അതൊക്കെ പോട്ടെ, ലക്ഷ്മി എന്ന് പറഞ്ഞു. എവിടാ വീട്? എന്ത് ചെയ്യുന്നു? ചുറ്റുപാട് അതൊക്കെ നീ ചോദിച്ചോ? അതോ ആരായാലും വേണ്ടില്ല, മോനു കൊണ്ടുവരുന്നല്ലേ മരുമോളാക്കാമെന്ന് വിചാരിച്ചോ? നിങ്ങൾക്കറിയുന്ന പോലെ ലക്ഷ്മി എന്ന പേര് മാത്രമേ എനിക്കും അറിയൂ. കൂടുതൽ ചോദിക്കേണ്ട എന്ന് തോന്നി. കാരണം എൻ്റെ മോൻ്റെ കല്യാണം ഒരു ബിസിനസ് ഡീലായി ഞാൻ കാണുന്നില്ല. അവൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്. പിന്നെ സ്നേഹിക്കുന്ന രണ്ടു പേർക്കിടയിൽ ഞാൻ പണത്തിന് വലിയ വില കൊടുക്കാറില്ല. പണമാണ് വലുത് എന്ന് എനിക്ക് തോന്നിയിരുന്നു എങ്കിൽ ഞാനിപ്പോൾ നിങ്ങളുടെ ഭാര്യ ആവില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് 30 വർഷം മുൻപുള്ള ഗിരിധർ വർമ്മയെ ഓർക്കുന്നത് നല്ലതാണ്. എൻ്റെ ഭാര്യ ഇത്ര നന്നായി സംസാരിക്കുമെന്ന് അറിഞ്ഞത് ഇപ്പോഴാണ്. ശരിയാണ്, ഞാൻ വെറും 0 ആയിരുന്നു, ബിഗ് 0. അവിടെ നിന്ന് ഇന്ന് കാണുന്ന നിലയിലെത്താൻ ഞാൻ ഏറെ കഷ്ടപ്പെട്ടു. എൻ്റെ അവസ്ഥ എൻ്റെ മകനുണ്ടാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനെന്നല്ല, ഏതൊരച്ഛനും അതാണ് ആഗ്രഹിക്കുന്നത്. ശരിയാണ്, അവൻ്റെ പല ഇഷ്ടങ്ങളും ഞാൻ അംഗീകരിച്ചില്ല. അവനിലെ നല്ലൊരു പാട്ടുകാരനെ പോലും ഞാൻ കണ്ടില്ല എന്ന് നടിച്ചു. കാരണം ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു ഗാനമേളയിൽ പാടാൻ ചാൻസ് ചോദിച്ച് നടക്കുന്ന ഒരു അഭിറാം വർമ്മയെ ആയിരുന്നില്ല ഞാൻ അവനിൽ കണ്ട സ്വപ്നം. വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അടക്കി വാഴുന്ന ഒരു കംപ്ലീറ്റ് ബിസിനസ്മാനെ ആയിരുന്നു. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ബിസിനസ്മാൻ. അതൊന്നും അവനോടുള്ള സ്നേഹക്കുറവല്ല. ഗിരിധർ വർമ്മയുടെ മകൻ അഭിറാം വർമ്മ എന്നല്ല. എൻ്റെ പേരിലൂടെ അവനെ അറിയാതെ അവൻ്റെ പേരിലൂടെ എന്നെ അറിയണം. 30 വർഷം ഞാൻ കാത്തിരുന്നത് അതിനു വേണ്ടിയാണ്. പിന്നെ അവൻ്റെ കല്യാണം. സൂര്യ ഒരു ബിസിനസ്മാൻ്റെ മോളാണ്. എല്ലാവിധത്തിലും അവൾ എല്ലാവിധത്തിലും അവന് സപ്പോർട്ടായിരിക്കും. നോർമൽ ലൈഫിൽ നിന്ന് വരുന്ന കുട്ടിക്ക് ചിലപ്പോൾ അത് നടക്കില്ല, അതേ ഉള്ളൂ. എന്തായാലും നിനക്കും അറിയാത്തത് കൊണ്ട് ആ കുട്ടിയെ പറ്റി സഞ്ജുവിനോട് ചോദിക്കാം. അവനറിയാതെ വരില്ല. അവനല്ലേ അബിയുടെ രഹസ്യങ്ങളുടെ താക്കോൽ. രാവിലെ ലക്ഷ്മി ജോലിക്ക് പോവാൻ ബസ്സിന് നിന്നപ്പോൾ രാഹുൽ സ്റ്റാൻഡിലുണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് ശ്രദ്ധിക്കാതെ നിന്ന് അവനെ അവൾ മൈൻഡ് ചെയ്തില്ല. എങ്കിലും അവൻ്റെ പെരുമാറ്റം അവളിൽ വേദനയുണ്ടാക്കി. സൂര്യ ടെക്സ്റ്റൈൽസ്, വർമ്മ ടെക്സ്റ്റൈൽസ് ഒപ്പമില്ലെങ്കിലും ഏകദേശം അതിൻ്റെ ഒപ്പം വരും. രാഹുൽ പറഞ്ഞേൽപ്പിച്ച ആളെ കണ്ട് അവൾ ജോലിക്ക് കയറി. കൂടെയുള്ളവരോടെല്ലാം പെട്ടെന്ന് അവൾ കൂട്ടായി. എല്ലാവർക്കും വർമ്മ ടെക്സ്റ്റൈൽസിൽ നിന്ന് പോകുന്നത് എന്തിനെന്നറിയാനായിരുന്നു തിടുക്കം. അതിൻ്റെ കാരണം വർമ്മ ടെക്സ്റ്റൈൽസിൻ്റെ പേരും പ്രശസ്തിയും തന്നെയായിരുന്നു. ലക്ഷ്മി, കസ്റ്റമർ ചോദിച്ച ഡ്രസ്സ് ടേബിളിൽ ഇട്ടപ്പോഴായിരുന്നു ആ വിളി ലക്ഷ്മിക്കരികിലേക്ക് വന്നത്. ഡാ അബി, കണ്ണു തുറക്ക്. എന്താടാ സഞ്ജു, ഇത്ര രാവിലെ? നീ എന്നെ ഉറങ്ങാനും സമ്മതിക്കില്ല? മണി 10 നിനക്കിന്ന് ഓഫീസിൽ പോവണ്ടേ? വേണ്ട, ഇന്ന് വയ്യടാ, കൈയൊക്കെ നല്ല വേദന. എന്നോട് ആമി പറഞ്ഞു ഇന്നലത്തെ പഞ്ചിങ്. ഇപ്പം എങ്ങനെയുണ്ട് വേദന? ഹോസ്പിറ്റൽ പോണോ? വേണ്ട. അല്ല, നീ എന്താ ഇതറിഞ്ഞു വന്നതാ? അയ്യോ, അതൊന്നും നീ പറയണ്ട. ഇന്നലെ നിന്റെ അച്ഛൻ വിളിച്ച് എന്നെ ഒന്ന് കാണണമെന്ന്. സത്യം പറയാലോ അബി, ഞാൻ കരുതിയത് എൻ്റെയും ആമിയുടെയും കാര്യം അങ്കിൾ അറിഞ്ഞെന്നാ. ശവപ്പെട്ടിക്ക് ഓർഡർ വരെ കൊടുക്കാൻ ഞാൻ ചിന്തിച്ചടാ. പിന്നെ ആമി വിളിച്ച് നീ ലക്ഷ്മിയുടെ കാര്യം അങ്കിളിനോട് പറഞ്ഞു എന്ന് പറഞ്ഞത്. അപ്പം മനസ്സിലായി അവളെ പറ്റി ചോദിക്കാനാണെന്ന്. എങ്കിലും എൻ്റെ അബി, നിന്റെ ധൈര്യം. ഇതിനു മുന്നേ ഒന്നും നീ അങ്കിളിനോട് ഒരു കാര്യത്തിലും നോ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് ടൈം, അതും ഒരു പെണ്ണിന് വേണ്ടി. അങ്ങനെ വെറും ഒരു പെണ്ണല്ല ലക്ഷ്മി. എനിക്ക് അവളോടുള്ള സ്നേഹം അവൾ പോലും മനസ്സിലാക്കുന്നില്ല. പിന്നെയാ നീ. അവൾക്ക് വേണ്ടി എന്തും വേണ്ടെന്ന് വെക്കാൻ ഞാൻ തയ്യാറാണ്. നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. ഇപ്പം ഡാഡി ചോദിച്ച് നിനക്ക് ലക്ഷ്മിയെ പറ്റി അറിയുന്നത് മുഴുവൻ പറയണം. പക്ഷേ നിഴൽ പോലെ അവൾക്കൊപ്പം നീ ഉണ്ടാവണം. ഡാഡിയുടെ സ്വഭാവം വെച്ച് ലക്ഷ്മിയുടെ ജീവൻ അപകടത്തിലാവും. പക്ഷേ നിന്റെ കണ്ണെപ്പോഴും അവളിൽ വേണം. അതാണോ ഇത്ര വലിയ സഹായം? നീ ടെൻഷൻ അടിക്കേണ്ട. ലക്ഷ്മിക്കൊരു അപകടവും വരില്ല. എൻ്റെ കണ്ണെപ്പോഴും ഉണ്ടാവും. അങ്കിളിനെ കാണട്ടെ, നീ റെസ്റ്റ് എടുക്ക്. സഞ്ജു, ഇപ്പം എൻ്റെ ജീവനാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നേ. ഒരു ചെറിയ ശ്രദ്ധ കൊണ്ട് അതിനൊരു പോറൽ പോലും പറ്റിയ നിന്നെ ഞാൻ. എൻ്റെ അബി, നീ ഇത്രയേ ഉള്ളൂ. നാണക്കേട്. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാനുണ്ടാവും അവൾക്കൊപ്പം, പോരെ? താങ്ക്സ് സഞ്ജു. ഇതിനൊക്കെ നിന്നോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അയ്യടാ, നിന്റെ നന്ദി ആർക്കു വേണം?
ഞാൻ ചോദിക്കുമ്പേ പെങ്ങളെ കെട്ടിച്ച് തന്നോണം മര്യാദയ്ക്ക്. ഇല്ലേലുണ്ടല്ലോ, നീ കിടന്നോ. ലക്ഷ്മി വിളികേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ജാസ്മിൻ. ലക്ഷ്മി, നീ എന്താ ഇവിടെ? ഞാൻ ഇന്ന് തൊട്ട് ഇവിടെ ജോലിക്ക് കയറി. ജാസ്മിൻ എന്താ ഇവിടെ? ഒന്നും പറയണ്ട ലക്ഷ്മി, ഞാൻ അവിടെ ഒരു അഭിറാം കടുവയുടെ PA ആയിരുന്നു. ഒരു തരത്തിൽ ആ കടുവയുടെ ഒപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ. എങ്ങനെ പോരുമെന്ന് കരുതിയിരുന്നപ്പോഴാ പുള്ളി തന്നെ എന്നെ പറഞ്ഞു വിട്ടത്. ഞാനും ഹാപ്പി, പുള്ളിയും ഹാപ്പി. നീ എന്താ പോകുന്നത്? അത് ജാസ്മിൻ, എനിക്ക് അവിടുത്തെ ടൈം പറ്റുന്നില്ല. ഇവിടെ വൈകിട്ട് നേരത്തെ ഇറങ്ങാൻ പറ്റും. നീ അറിഞ്ഞോ ലക്ഷ്മി, ഇവിടുത്തെ രാമചന്ദ്രൻ സാർ അഭിറാമിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരു പ്രപ്പോസൽ വെച്ചെന്നാ കേട്ടെ. എന്ത്? സൂര്യമേടവും അഭിസാറും തമ്മിൽ മാരേജ്. അതെങ്ങാനും നടന്ന 2 ഷോപ്പും ഒന്നാവും. പിന്നെ അവിടെയാണെങ്കിൽ എന്താ, ഇവിടെയാണെങ്കിൽ എന്താ? സത്യമാണോ ജാസ്മിൻ നീ പറയുന്നേ? അഭിറാം കല്യാണത്തിന് സമ്മതിച്ചോ? എൻ്റെ ലക്ഷ്മി, നിന്റെ സന്തോഷം കണ്ടാൽ തോന്നുമല്ലോ നീയാണ് പെണ്ണെന്ന്. ഞാൻ സൂര്യ എന്നാ പറഞ്ഞേ. എൻ്റെ ജാസ്മിൻ, ആരാണെങ്കിലും എനിക്കെന്താ? എന്തായാലും എനിക്ക് വേണ്ട. അതൊക്കെ പോട്ടെ, നിനക്കെന്താ സങ്കടം? നിനക്ക് നോട്ടുണ്ടായിരുന്നു. എൻ്റെ ലക്ഷ്മി, നിനക്ക് പോലും മനസ്സിലായി, എന്നിട്ടും ആ കടുവയ്ക്ക് മനസ്സിലായില്ല. അതിനെപ്പോലെ ഒന്നിന് ആരാ നോക്കാത്തേ? സൂര്യമേടത്തിൻ്റെ ഭാഗ്യം. നിനക്ക് കയറി മുട്ടാൻ പാടില്ലായിരുന്നു. എന്നിട്ട് വേണം ആ കടുവ എന്നെ തട്ടാൻ. നമുക്കൊന്നും യോഗ്യമില്ല. എങ്കിൽ നിന്റെ ജോലി നടക്കട്ടെ, കാണാം. ഈശ്വര, താനെന്തായി കേട്ടത്? അഭിറാമിൻ്റെ കല്യാണമായി എന്ന്. താനും രാഹുലും സ്വപ്നം കണ്ട ജീവിതത്തിൽ തടസ്സം നിന്നവൻ മാറിപ്പോയിരിക്കുന്നു. ഇത് പറയാനായി രാഹുലിനെ വിളിച്ചിട്ടും അവൻ കട്ടാക്കി വിട്ടു. പിണക്കമാവും, നേരിട്ട് തന്നെ പറയാം ഈ സന്തോഷ വാർത്ത. സഞ്ജുവിൽ നിന്ന് ലക്ഷ്മിയെ പറ്റി അറിഞ്ഞ ഗിരിധർ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. പെട്ടെന്നെന്തോ തീരുമാനിച്ച പോലെ അയാൾ കാറുമെടുത്ത് പുറത്തേക്ക് പോയി. അഭികുളി കഴിഞ്ഞ് ഷർട്ടിടാൻ എടുത്തപ്പോഴാണ് സഞ്ജു വന്നത്. ആഹാ, എന്നെ കടുവയുടെ മുന്നിലിട്ട് കൊടുത്തിട്ട് മോനിവിടെ കുളിച്ചൊരുങ്ങുവാണോ? എന്തോ ഇന്ന് നിന്റെ ഡാഡിക്ക് നല്ല മൂടാണ്. എൻ്റെ ഭാഗ്യം, അല്ലെങ്കിൽ അങ്ങേരുടെ സ്വഭാവത്തിന് എന്നെ കുളിപ്പിച്ച് കിടത്തേണ്ടി വന്നേനെ. ഡാഡി എന്തു പറഞ്ഞടാ? അതൊക്കെ പറയാം, നീ ആദ്യം നിന്റെ ഷർട്ട് എടുത്തിട്ട്. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഇതൊക്കെ നീ എങ്ങനെ ഉരുട്ടിക്കയറ്റി വെക്കുന്നു എൻ്റെ അബി? അതോ ജിമ്മിൽ നല്ല പോലെ കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്ത് ഉണ്ടാക്കിയത്. അല്ലാണ്ട് നിന്നെ പോലെ സുഖിച്ച് കിടന്നുറങ്ങി നല്ല ബോഡിയൊന്നും ഉണ്ടാവില്ല മോനെ. അബി, നിന്നെ പോലെയുള്ള ജിമ്മന്മാർക്ക് ഞങ്ങളെ പോലെ നോർമൽ ബോഡിയുള്ളവരെ ഒരു പുച്ഛമുണ്ട് കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നീ നമ്മളെ 2 പേരെ തന്നെ ഒന്ന് നോക്കിയേ. നിന്റെ അത്ര ബോഡിയില്ല, നിന്റെ ഗ്ലാമർ ഇല്ല. പക്ഷെ എന്ത് പെട്ടെന്നാണ് നിന്റെ പെങ്ങൾക്ക് എന്നെ ഇഷ്ടമായത്? നീ ഒരുത്തിക്ക് ചുറ്റും തേൻ കുടിക്കാൻ നടക്കുന്ന വണ്ടിനെ പോലെ ഡെയിലി കയറുന്നുണ്ടല്ലോ. എന്തേലും പ്രയോജനമുണ്ടോ? അത് അവളുടെ മനസ്സിൽ ആ രാഹുൽ ഉള്ളത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ അവൾ എന്നെ ലക്ഷ്മി അബ്രാം ആയേനെ. രാഹുൽ തണ്ടി, അവൻ്റെ മരണം എൻ്റെ കൈ കൊണ്ടായിരിക്കും. നീ നോക്കിക്കോ. നീ ഇവിടെ പേരും കൂട്ടി വെച്ച് നിന്നോ. അവളെ പറ്റി കേട്ട പാതി കേൾക്കാത്ത പാതി. നിന്റെ അച്ഛൻ കടുവ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. എങ്ങോട്ട്? എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അങ്കിളിപ്പോൾ ലക്ഷ്മിയുടെ വീട്ടിൽ ചെന്ന് കാണും. എന്നിട്ടാണോടെ പൊട്ട എൻ്റെ ശരീരഭംഗിയും വർണ്ണിച്ചിങ്ങനെ നിൽക്കുന്നേ. ഒപ്പം ചെല്ലടാ. ഇവിടുന്ന് പോയത് പടക്കമാണ്, അവിടെ നിൽക്കുന്നതൊരു തീയും. രണ്ടും കൂടെ ചേർന്നാലൊരു പൊട്ടലാണ്. ഒന്ന് ചെല്ല് സഞ്ജു നീ. അതോട്ട് നീ പേടിക്കണ്ട ലക്ഷ്മി. അങ്ങേരെ കൊല്ലാണ്ടിരുന്ന അങ്ങളിൻ്റെ ഭാഗ്യം. കടുവ ചെന്നേക്കുന്ന ഒരു സിംഹത്തിന് മടയിലാണ്. എങ്കിലും എൻ്റെ അബി, എനിക്ക് നിന്റെ ബോഡി കാണുമ്പോൾ. സഞ്ജു, സത്യം പറ, നിനക്കിത്തിരി കുശുമ്പ് എന്നോടില്ലേ? ഇത്തിരിയല്ല, ഒത്തിരി ഉണ്ട്. പക്ഷെ ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാൻ പൊളിച്ചിട്ട് കാര്യമില്ലല്ലോ. നിന്റെ ബോഡി ഞാൻ പ്രോട്ടീൻ പൗഡർ തന്നെങ്കിലും ഉരുട്ടിത്തരാം. നീ ഇപ്പോൾ ലക്ഷ്മിയുടെ വീട്ടിൽ ചെല്ല്, ഞാൻ വിളിച്ചോളാം. സംഗതി സീനാവുമെന്ന് കണ്ട എന്നെ വിളിക്കണം. ശരി. ലക്ഷ്മി ഒത്തിരി തവണ വിളിച്ചിട്ടും രാഹുൽ ഫോൺ എടുത്തില്ല. എനിക്കറിയാം രാഹുൽ, നിനക്കെന്നെ നഷ്ടപ്പെടുത്താനാവില്ലെന്ന്. പക്ഷേ നിന്റെ വീട്ടുകാരുടെ ജീവനെ ഭയന്നാണ് എന്നോടകന്നു നിൽക്കുന്നത്. ജാസ്മിൻ പറഞ്ഞത് ശരിയാണെങ്കിൽ സൂര്യമേടവുമായി അഭിറാമിൻ്റെ കല്യാണം ഉടൻ കാണും. പിന്നെ നീയും ഞാനും മാത്രമുള്ള നമ്മുടെ കൊച്ചു ലോകം. ആരും കടന്നു വരാതെ നീയും ഞാനും മാത്രം. രാഹുലിനെ പറ്റി ഓർത്തപ്പോൾ ലക്ഷ്മിയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. തൻ്റെ ക്യാബിനിലേക്ക് കയറി വന്ന ഗിരിധരനെ കണ്ട് രാമചന്ദ്രൻ എഴുന്നേറ്റു. വാ ഗിരിധർ, ഞാൻ ഇന്നലെ ഒത്തിരി വിളിച്ചു, താൻ ഫോൺ എടുത്തില്ലല്ലോ. സൂര്യമോളെ, ഇതാരാ വന്നെന്ന് നോക്കിയേ. ഹായ് അങ്കിൾ, അബി എവിടെ? ഓഫീസിൽ പോയോ? ഇല്ല മോളി, അവന് നല്ല സുഖമില്ല, അതുകൊണ്ടിന്ന് പോയില്ല. ഞാനിപ്പോൾ വന്നത് രാമചന്ദ്രൻ്റെ അടുത്ത് സോറി പറയാനാണ്. എന്തിനാ നമ്മൾ തമ്മിൽ സോറി? നമ്മൾ ബന്ധുക്കളാവേണ്ടവരല്ലേ? അപ്പോൾ ഒരു കാര്യത്തിനും സോറി താങ്ക്സ് അതൊന്നും ആവശ്യമില്ല. അതല്ല, ഈ വിവാഹം നടക്കില്ല രാമചന്ദ്രൻ. അവന് വേറൊരു കുട്ടിയുമായി അഫെയർ ഉണ്ട്.
ഞാൻ നിർബന്ധിച്ചാൽ ചിലപ്പോൾ അവൻ സമ്മതിക്കും. പക്ഷെ വേണ്ട, അങ്ങനെ ചെയ്താൽ നമ്മുടെ കുട്ടികൾ സന്തോഷമായി ജീവിക്കണമെന്നില്ല. അവൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്. സോറി മോളെ. സാരമില്ലെങ്കിൽ അഭിക്കിഷ്ടമില്ലെങ്കിൽ പിന്നെന്തിനാ? അതൊക്കെ പോട്ടെ, ആരാങ്കിൽ ആ കുട്ടി? ലക്ഷ്മി എന്ന മോളെ പേര് പറഞ്ഞത് ഷോപ്പിൽ ജോലിക്കുണ്ടായിരുന്ന കുട്ടിയാണ്. ഞാൻ കണ്ടിട്ടില്ല. എത്ര ജോലിക്കാരുള്ളതാ, കണ്ടാൽ ചിലപ്പോൾ അറിയും. അപ്പോൾ ഒന്നുകൂടി സോറി രാമചന്ദ്രൻ, ഞാൻ ഇറങ്ങുന്നു. നീ എന്ത് വണ്ടിയാണ് സൂര്യ? നീ എന്തിനാ അഭിക്ക് ഇഷ്ടമില്ലേൽ വേണ്ടെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അയാളെ കൊണ്ട് സമ്മതിപ്പിക്കായിരുന്നു. എന്നിട്ടെന്തിനാ ഡാഡി? അവൻ എന്നെ സ്നേഹിച്ചില്ല എങ്കിലോ? അവൻ എന്നെ സ്നേഹിക്കും ലക്ഷ്മി, അവൾ ഇല്ലാണ്ടായാൽ. പക്ഷേ മോളെ, നമുക്കവളെ അറിയില്ലല്ലോ. അറിയാലോ. ആർക്ക്? ജാസ്മിൻ. അവൾ വർമ്മ ടെക്സ്റ്റൈൽസിൽ കുറേ കാലം ഉണ്ടായിരുന്നല്ലേ, അപ്പോൾ അറിയാം. ലക്ഷ്മി, ഇനി ഈ ഭൂമിയിൽ അവൾ വേണ്ട. അഭിറാമിന് ഞാനല്ലാതെ വേറൊരു അവകാശി വേണ്ട. അഭിറാം, അവനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതിന് തടസ്സം ലക്ഷ്മിയാണേൽ. സൂര്യയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ലക്ഷ്മി. എന്താ ജാസ്മിൻ? സൂര്യമേടം നിന്നെ കൂട്ടി ക്യാബിനിൽ ചെല്ലാൻ പറഞ്ഞു. എന്താ ജാസ്മിൻ ഇത്ര അത്യാവശ്യം? അറിയില്ല, നിന്നറിയുമോ എന്ന് എന്നോട് ചോദിച്ചു. അറിയാമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് കാണാനാണ് ഇരുന്നത്. ഇപ്പോൾ പിന്നെ നീ ഇവിടെ ഉണ്ടല്ലോ. അനുവാദം ചോദിക്കാൻ പോലും കാത്തു നിൽക്കാതെ തന്നെയും കൊണ്ട് അകത്തോട്ട് പോകുന്ന ജാസ്മിനെ കണ്ടപ്പോൾ തന്നെ ലക്ഷ്മിക്ക് എന്തോ പന്തികേട് തോന്നി. അവളെ കാത്തിരിക്കുന്ന പോലെ സൂര്യയും അവളുടെ അച്ഛനും ക്യാബിനിൽ ഉണ്ടായിരുന്നു. ലക്ഷ്മി. കൊള്ളാലോ ഡാഡി ഇവൾ. അഭിറാമിനെ കുറ്റം പറയാൻ പറ്റില്ല. ആരായാലും ഇവളെ ഒന്ന് പ്രേമിച്ചു പോകും. നിന്റെ സൗന്ദര്യം വർണ്ണിക്കാൻ പറ്റിയ കവികളൊന്നും ഈ യുഗത്തിൽ ജീവനോടെ ഉണ്ടെന്ന് തോന്നുന്നില്ല മോളെ. എന്താ മുതല്? എന്തിനാ മേഡം എന്നോട് വരാൻ പറഞ്ഞത്? നിന്നെ ഒന്ന് കാണാൻ. എന്തായാലും കണ്ടു, കൊള്ളാം. അതെ, ഒരു സംശയം. എന്താ നിന്റെ ബ്യൂട്ടി ടിപ്സ്? ഡെയിലി കണ്ട ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങിയിട്ടും നിന്റെ പകുതി പോലും എത്താൻ നമുക്ക് പറ്റുന്നില്ല. അതാ ചോദിച്ചേ. എന്തേലും ഉണ്ടെങ്കിൽ പറഞ്ഞുതാ. എവിടെ ഉണ്ടെങ്കിലും വാങ്ങിക്കാം. പണം വാരി എറിഞ്ഞാൽ കിട്ടാത്ത ഒന്നുമില്ലല്ലോ. എന്താ നീ ഒന്നും മിണ്ടാതെ? ബ്യൂട്ടി ടിപ്സ് ആർക്കും പറഞ്ഞു കൊടുക്കില്ലേ? അത് മേഡം പറഞ്ഞു തരാം. പക്ഷെ വില കൊടുത്ത് കിട്ടുമോയെന്നറിയില്ല. ഇവിടെ എന്തായാലും ഷോപ്പിൽ കിട്ടില്ല. ഇനി വിദേശത്ത് ചിലപ്പോൾ കാണും. ഇത്തിരി വിലമതിപ്പുള്ളതാ, അതാ. അതെന്താ അത്ര വിലമതിക്കാനാവാതെ? അത് മേഡം, പാരമ്പര്യം എന്ന് പറയും. ഇപ്പം ജീവനോടെ ഇല്ലേലും എൻ്റെ അമ്മ നല്ല സുന്ദരിയായിരുന്നു. അപ്പം ഞാനും അങ്ങനെ ആവുള്ളൂ. പിന്നെ മേഡത്തിന് അതുണ്ടോ? ഇനി വില കൊടുത്ത് വാങ്ങണോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ സ്വയം വിലയിരുത്തേണ്ട കാര്യമാണ്. നിർത്തടി നിന്റെ അഹങ്കാരം. നിന്റെ മറ്റവൻ വലിയ പുലിയാണെന്ന് വെച്ച് ഈ സൂര്യയുടെ അടുത്ത് കളിക്കാൻ നിന്ന ഞാൻ ആരാണെന്ന് നിനക്കറിയും. പിന്നെ നീ ഒന്നോർത്തോ, ആ അഭിറാം, അവനെ കണ്ട നീ അഹങ്കരിക്കുന്നത് എങ്കിൽ ഞങ്ങൾ വെട്ടാൻ വെച്ചേക്കുന്ന ഒരു പോത്താണത്. സമയവും സന്ദ്രവും ഒത്ത് കിട്ടിയാൽ മതി. അതുകൊണ്ട് അവനെ കണ്ട് നീ അങ്ങ് ഒത്തിരി അഹങ്കരിക്കല്ലേ. പറയാനുള്ളത് പറഞ്ഞെങ്കിൽ ഞാൻ പോകട്ടെ. പിന്നെ ഒരു കാര്യം, എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആരുടെയും പിൻബലം വേണ്ട, എൻ്റെ ധൈര്യം മാത്രം മതി. പിന്നെ നിങ്ങൾ പറഞ്ഞ പോത്തിൻ്റെ സഹായം ഒട്ടും വേണ്ട. വെട്ടുകയോ തിന്നുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ അറിഞ്ഞെടുത്തോളം ആ പോത്തിനെ കയ്യിൽ കിട്ടാൻ പാടാണ്. ഇനി കിട്ടിയാലും സൂക്ഷിച്ച് വെട്ടണേ, അല്ലെങ്കിൽ കയറ് പൊട്ടിച്ച് പായുമ്പോൾ മൊത്തത്തിൽ കൊണ്ടുപോകും. ഡീ. സൂര്യ മതി. ലക്ഷ്മി പോയി ജോലി നോക്കൂ. സൂര്യ ലക്ഷ്മി പൊക്കോട്ടെ. തന്നെ ഒട്ടും കൂസാതെ ഇറങ്ങിപ്പോയ ലക്ഷ്മിയെ കണ്ട് സൂര്യയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഡ്രൈവിംഗ് ചെയ്യുന്നതിനിടയിൽ ബെൽ കേട്ട് സഞ്ജു ഫോൺ എടുത്ത് നോക്കി. ഹലോ അബി, നിനക്കെന്താ വേണ്ടത്? ഞാൻ അങ്ങോട്ട് വരുവല്ലേ? സഞ്ജു, ഡാഡി അവിടെ ചെന്നോ എന്നറിയാനാണടാ ആകെ ടെൻഷൻ. നിന്റെ ഡാഡി അവിടെ ഇതുവരെ ചെന്നില്ല. ഇനി ചെന്നാലും ലക്ഷ്മിയെ കാണാൻ പറ്റില്ല. അവൾ ജോലിക്ക് പോയി. ജോലിയോ? എവിടെ? അത് സൂര്യ ടെക്സ്റ്റൈൽസ് എന്ന അവളുടെ അനിയത്തിയാ പറഞ്ഞത്. പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല. അവളുടെ ചെറിയമ്മത്തിരി പിശക. എൻ്റെ സഞ്ജു, സൂര്യ ടെക്സ്റ്റൈൽസ്, അവിടെ ലക്ഷ്മി ഒരിക്കലും സേഫ് അല്ല. നീ ഒരു കാര്യം ചെയ്യൂ, അങ്ങോട്ട് ഒന്ന് ചെല്ല് പ്ലീസ്. അബി, ഇത് ഇത്തിരി കൂടുതലാണ്. നേരം വെളുത്തപ്പോൾ തൊട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടിയെ പോലെ ഡ്രൈവ് ചെയ്യുവാ. എനിക്ക് വയ്യ. വേണ്ട, നീ പോവണ്ട. എനിക്ക് ആരുടെയും സഹായം നീ ആവശ്യമില്ല. അവളുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് എൻ്റെ മാത്രം കടമയാണല്ലോ. നിന്നെ ബുദ്ധിമുട്ടിച്ചതിൽ സോറി. ഡാ അബി, ഞാൻ. സഞ്ജുവിൻ്റെ മറുപടി കാക്കാതെ അബി ഫോൺ കട്ട് ചെയ്തു.